കാത്തിരിശുകുമാറാകട്ടെ. എന്നോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ വഴുതു പറയണമെങ്കിൽ 70,000 വാട്സ് വേണമില്ലേ? സിറാജ് ഉസ്താദെ നിങ്ങൾ വഴുതു പറയണമെങ്കിൽ 70,000 വാട്സ് വേണമെന്ന്. അള്ളാഹുവിനറിയാം. ഞാൻ പറയുന്നത്, ഞാൻ കുറെ കാലമായില്ലേ വഴുതു പറയാൻ തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഒരു സംഘാടകനെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ? ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ വഴുതു പറയാൻ വരണമെങ്കിൽ 70,000 വാട്സ് വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സംഘാടകനെ കൊണ്ടുവന്നാൽ ഞാൻ ഇനി വഴുതു പറയൂല. ഒരാളെയെങ്കിലും കൊണ്ടുപോവാ. 70,000 വാട്സ് ഉണ്ടാലേ ഞാൻ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞ് ഒരുത്തനെ കൊണ്ടുപോവാ. ആരെങ്കിലും നീ നിന്റെ ജീവിതകാലം മുഴുവനും തിരഞ്ഞാലും ഇതായിരിക്കുന്ന ലത്തീവ്, ഓന്റെ ഫോൺ നമ്പർ ഏതാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈ പറയണ മൈക്ക് സെറ്റുകാരൊക്കെ വേറെ മൈക്ക് സെറ്റ്, ഞാൻ എന്നോട് സംഘാടകർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എടാ നല്ലൊരു മൈക്ക് സെറ്റ് വെക്കണം, അത്രയേ ഉള്ളൂ, എനിക്കതേ ഉള്ളൂ. നല്ലൊരു മൈക്ക് സെറ്റ് വെക്കണം. നമ്മുടെ ശബ്ദം ഇത് അള്ളാഹു തന്ന ആയുസ്. നിങ്ങളെ കാലം ഈ കടന്ന് വിളിച്ചു പോകണ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജീവിക്കേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കാറ്റ് മാത്രമേ വരത്തുള്ളൂ. ഇവിടെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഇനി കൂടുതൽ സംസാരിക്കരുത്, നരമ്പ് ഇങ്ങനെ ബഡ്ജാവാൻ തുടങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രയാസം വരും. നമ്മുടെ ശബ്ദം അതാണോ, നമുക്കല്ലാതെ വേറെ ഒരു 5 നയാ പൈസ എനിക്കെന്തിനാ? ഈ മൈക്ക് സെറ്റുകാരൻ തരുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കാനാണെങ്കിൽ പിന്നെ എനിക്കെന്താ? ആലോചിക്കുക. അതൊക്കെ റബ്ബല്ലേടെ നമുക്ക് തരുന്നേ, നമ്മുടെ റബ്ബല്ലേ. ഞാൻ ചോദിക്കുന്നത് 70,000 വാട്സ് വേണമെങ്കിൽ 50,000 വാട്സ് വേണം, വലിയ സ്റ്റേജ് കെട്ടണം എന്ന് പറയുന്നവനെ വാഴ്ന്നു വിളിക്കുന്നവനല്ലേ തല്ലേണ്ടത്? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ ഞാൻ പറയുക, എനിക്ക് 50,000 വാട്സ് വേണം, എനിക്ക് ഇത്ര ഫ്ലക്സ് അടിക്കണം, ഇന്നത് ലക്ഷം തരണം, എന്തിനാ എന്നെ വിളിക്കണേ? അങ്ങനെ ഉള്ളവനെ വിളിച്ച് വഴുതു പറയിപ്പിക്കരുത്. കാരണം അവന്റെ ദുആഇക്ക് ഇജാബത്തില്ലടോ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ ഉസ്താദ? പറ. ഒരാള് പറയുക എനിക്ക് ഇത്ര തരണം, അവൻ അത് ഇഖ്ലാസ് ഇല്ലടോ. അങ്ങനൊന്നും അങ്ങനെ ദീൻ അങ്ങനെ ഉള്ളതല്ലല്ലോ. ഈ പറയുന്ന ഞാൻ ഇനി ഏതെങ്കിലും കാലത്ത് പറയുക എനിക്ക് വഴുതു പറയണമെങ്കിൽ ഇന്നതൊക്കെ, എന്നെ വിളിക്കരുത്, എന്നെ വിളിക്കരുത്. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ലവനും ആലിമ, ഏറ്റവും നശിച്ചവനും ആലിമ. അള്ളാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളൊക്കെ ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ തമ്പുരാനെ. പിന്നെ ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ദേഷ്യം അത്രേ ഉള്ളൂ പലർക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ഡേറ്റ് ചോദിക്കുന്നത് വളരെ കുറവാണ്. നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ ഒരാളുണ്ട്, പരിചയക്കാരനുണ്ട്, ഫോട്ടോ ഉണ്ട്, ഓൻ്റെ കൂടെ നടക്കും. എൻ്റെ അടുത്ത് നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ ഡേറ്റ്. എനിക്ക് 20 വർഷമായിട്ട് ഒറ്റ ഫോൺ നമ്പരേ ഉള്ളൂ. എയർടെൽ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, ഒറ്റ ഫോണുള്ളൂ. 20 കൊല്ലമായി ഞാൻ ഈ സിമ്മും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടും, കിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ നമ്പരൊന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ചങ്ങാതിയുണ്ട്, ഓന് പിന്നെ ചെറുപ്പക്കാരനാ. ഓൻ ഫോൺ വിളിച്ചാൽ ചെന്നെ എടുക്കണ സ്വഭാവം ഇത്തിരി കുറവുണ്ട്. അള്ളാഹുവിൻ്റെ സ്വഭാവം നന്നായി കൊടുക്കുമാറാകട്ടെ. ഓനെയും കുറ്റം പറയാൻ കാര്യമില്ല. കാരണം ഏതൊക്കെ ഫോണാ വരുന്നത്, ഏതൊക്കെ ഫോണ്, പല ദുആ വസിയ്യത്ത് തന്നെ. ഇപ്പൊ തന്നെ ഉംറയ്ക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ടു. അതിൽ ഏറ്റവും കൂടുതൽ വിളിക്കണത് ദുആ വസിയ്യത്താ. ഏറ്റവും കൂടുതൽ ദുആ ചോദിക്കുന്നു, ഫ്രീ ആയിട്ട് ഉംറയ്ക്ക് വല്ലതും കൊണ്ടുപോകും ഉസ്താദേ, ഇതാ ചോദിക്കണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നന്മയുടെ ഭാഗത്ത് നിൽക്കുക. ഏതൊരു കാര്യവും കറക്റ്റ് സത്യം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരും.